ദിലീപ് 8 വർഷത്തിന് ശേഷം ദിലീപ് കുറ്റവിമുക്തനായി. നമുക്ക് പല ആൾക്കാരും പല രീതിയിലാണ് ഈ കേസിനെ കാണുന്നത്. ആദ്യം മുതൽ ഈ കേസുകൾ, പിന്നെ എനിക്ക് മലയാള സിനിമയിൽ ഈ പറഞ്ഞ പോലെ അമ്മ സംഘടന എന്നൊക്കെ ആജീവനാന്ത വിലക്കൊക്കെ ഏർപ്പെടുത്തിയ നടനാണ് ദിലീപ്. ഈ പറഞ്ഞ പോലെ അമ്മ സംഘടന എല്ലാവരും പുണ്യാളന്മാരാണെന്നൊന്നും നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഇതിനെക്കാട്ടി വലിയ വലിയ കേസ് കെട്ടുകളൊക്കെ ഉള്ളവരൊക്കെ അടിച്ചു പൊളിച്ച് പല സ്ഥാനങ്ങളിലൊക്കെ നിൽപ്പുണ്ട്. എന്നാലും അതിനെക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നത് ദിലീപിന്റെ ഇനി കുറ്റവിമുക്തനായ സ്ഥിതിക്ക് 8 വർഷം പുള്ളിയുടെ രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. മറുവശവും ഉണ്ടായിരിക്കാം ഉറപ്പായിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര വിഷമങ്ങളും സങ്കടങ്ങളും ആയിരുന്നു. പുള്ളി കുറ്റവിമുക്തനായപ്പോൾ പുള്ളിക്ക് ഒരു ഫ്രീഡം കിട്ടിക്കാണും. ഇനി അതുകൊണ്ട് പുള്ളി സിനിമയെ കുറച്ചുകൂടെ, കാരണം ഇതിനു മുമ്പ് പുള്ളി ചെയ്തേക്കുന്ന രീതി നിങ്ങൾക്കറിയാം. നല്ല നടനാണ്, അത്യാവശ്യം നല്ല നടനാണ്. ചാന്തുപൊട്ടും കുഞ്ഞിക്കൂനും ചെയ്യുന്ന സമയത്ത് തന്നെ CD മൂസയും കല്യാണരാമനും ഒക്കെ ചെയ്ത് നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത നടനാണ്. നല്ല പ്രൊഡ്യൂസറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, തിയേറ്റർ ഓണറാണ്, പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പ്രസിഡന്റൊക്കെ ആയപ്പം സിനിമയിൽ തന്നെ ഉള്ള ലോബികളിൽ ചിലപ്പം കളിച്ചതായിരിക്കാം. നമുക്ക് ഒന്നിനും ഒരു തെളിവുകളും ഒന്നുമില്ല. ഒരു തെളിവുകൾ ദിലീപിനെതിരെയും കാണിക്കാൻ പോലീസിനോ ഗവൺമെന്റിനോ സാധിച്ചിട്ടുമില്ല. അതാണ് സത്യം. നമുക്ക് അറിയത്തില്ല തെളിവുകൾ സാധിക്കും. മെമ്മറി കാർഡ് കളഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു പിള്ളേരോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. നമ്മൾക്ക് ഇതൊക്കെ കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ. നമുക്ക് ഇതിനകത്തോട്ട് പോയി ഉള്ളറിഞ്ഞൊന്നും നമുക്ക് അറിയാനൊന്നും പറ്റത്തില്ല. നമ്മളെല്ലാവരും കേൾക്കുന്ന അറിവുകൾ മാത്രമാണ്. എന്തായാലും ദിലീപിനെ ഒതുക്കിയ ഒരു ലോബി എന്തായാലും ഉണ്ട്. ദിലീപ് ഇത്രയും അങ്ങ് സിനിമ അടക്കി ഭരിക്കുന്നത് കാണുമ്പോൾ ഒന്ന് ഒതുക്കണമെന്ന് പറഞ്ഞ ഒരു ലോബി കാണും. ആ ലോബി ചിലപ്പോൾ ദിലീപ് ചിലപ്പോൾ ഇനി അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് തന്നെ ഇറക്കാനുള്ള ചാൻസുകൾ എനിക്ക് തോന്നുന്നു വളരെ കൂടുതലായിരിക്കാം. പിന്നെ ദിലീപിന്റെ സിനിമകളെ ദിലീപിനെ ഓടിക്കാനും ഒക്കെ ഇനിയും കൃത്യമായിട്ട് അറിയാം. പ്രേക്ഷകരുടെ രീതിക്ക് അനുസരിച്ച് സിനിമ എടുക്കാനും. 8 വർഷം പുള്ളിയുടെ കരിയർ നല്ലൊരു കരിയർ അങ്ങ് പോവുകയും ചെയ്തു. പൊട്ടപ്പടം പോലും 100 ദിവസമൊക്കെ ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റിയത്. എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ ബബ്ബ പോലെ ഒരു ആവറേജ് രീതി വന്നാൽ പോലും അതൊക്കെ ഓടിക്കാൻ ദിലീപിന് കൃത്യമായിട്ടറിയാം. എന്തായാലും കളികളൊക്കെ വേറെ ലെവലായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. പല താരങ്ങൾക്കും ഇച്ചിരി അങ്കലാപ്പൊക്കെ വരാൻ ചാൻസുകൾ കൂടുതലാണ്. ഏതൊക്കെ താരങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ നിങ്ങളൂടെ കമൻസ് ഇട്ടേക്കുക. എന്തായാലും നിങ്ങളുടെ വിലയിരുത്തലുകളൊക്കെ എന്തായാലും നിങ്ങൾ കമൻസിന്റെ രൂപത്തിൽ ഇട്ടേക്കുക.